ഇന്നലെ രാത്രിയിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയതോടുകൂടി ആദ്യ ഡ്രോണുകൾ എത്തിത്തുടങ്ങിയതോടുകൂടി പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ കറാച്ചിയിലും ലാഹോറിലും കിഫ്റ്റനിലും ഫൈസലിലും റാവൽപിണ്ടിയിലുമുള്ള 50ഓളം സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് സൈന്യം അപ്രത്യക്ഷമായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സൈന്യം പലായനം ചെയ്തു എന്നുള്ളതാണ്. സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾ 30 സൈനിക താവളങ്ങളാണ് ആദ്യ ഡ്രോണിൽ തന്നെ ഭയന്ന് സ്ഥലം കാലിയാക്കിയത്. പിന്നീട് റാവൽപിണ്ടി, ലാഹോർ, സിയാൽക്കോട്ട്, മുൾട്ടാൻ, ഝലം, അറ്റോക്ക്, ഒക്കാര തുടങ്ങിയ 17 ഇടത്തു നിന്നും സൈന്യം മുങ്ങി. അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിൽ നിന്ന് 50ഓളം സൈനിക താവളങ്ങളിൽ നിന്ന് പാക് സൈന്യം അപ്രത്യക്ഷമാകുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഡ്രോൺ വന്നപ്പോൾ തന്നെ അപകടം മണത്തു. ഏതായാലും പ്രധാനമന്ത്രിക്ക് പോലും സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിയാത്ത ആ രാത്രിയിൽ ഈ പാവം പട്ടാളക്കാർ എന്ത് ചെയ്യുമെന്നാണ്. പക്ഷേ ഇവരെ വിശ്വസിച്ച ഒരു ജനം, ഇവരെ വിശ്വസിച്ച് ഇവർ കരുത്തരാണെന്ന് കരുതിയത്, ഇന്ത്യ തകർക്കുമെന്നൊക്കെ വീരവാദം പറഞ്ഞവർ ആരും തന്നെ ഈ ജനത്തിനെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും വളരെ നാണം കെട്ട ഒരു വാർത്ത, ലോകത്തിന് മുമ്പിൽ വളരെ നാണം കെട്ടൊരു വാർത്തയാണ്. കാരണം ഇത് അതിർത്തിയിലെ പോസ്റ്റുകളല്ല, സൈനിക പോസ്റ്റുകളല്ല, ഇത് കൺവോൺമെൻറ്റ് ഏരിയയും 30 സൈനിക താവളങ്ങളുമാണ് റാവൽപിണ്ടിയിലും ലാഹോറിലും കറാച്ചിയിലും ഒക്കെ ഉള്ളത്. അതായത് പാകിസ്ഥാനുള്ളിലുള്ള സൈനിക ആസ്ഥാനങ്ങളിൽ നിന്ന്, താവളങ്ങളിൽ നിന്നാണ് ഇവരെ കാണാതായിരിക്കുന്നത്. ഇവർ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. ന്യൂസ് ഇന്ത്യ മലയാളം.